ഹലോ ഹായ് ആമിജാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പേപ്പാറ പോവാം. പേപ്പാറ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയും എൻ്റെ അനിയത്തിയും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞമ്മയുടെ ചേട്ടത്തിയും ചേട്ടത്തിയുടെ മോനും അമ്മായിയമ്മയും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ പൊന്മുടി പോയിരിക്കുകയാണ്. പോയിട്ട് തിരിച്ചു വരാൻ നേരം നമ്മൾ പറഞ്ഞു നിങ്ങൾ റോഡിൽ വെയിറ്റ് ചെയ്താൽ മതി, ഞങ്ങളും കൂടി വരുന്നുണ്ട്, പേപ്പാറ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് പേപ്പാറ പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അതിൽ കുഞ്ഞമ്മയൊന്നും പേപ്പാറ പോയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ വനത്തിനകത്തൂടെ നമ്മൾ കയറി പേപ്പാറയിലോട്ട് പോവുകയാണ്. കുറേ പേർക്ക് അറിയാം, പേപ്പാറയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. നല്ല മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് നമ്മൾ ഉൾവനത്തിലല്ല, ചെറിയൊരു വനത്തിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു മ്ലാവിനെയും കാര്യങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വഴി പോയാൽ എന്തെങ്കിലും കാണാതിരിക്കത്തില്ല, മിസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വന്യജീവിയെ നമുക്ക് ഇതുവഴി കൂടെ പോയാൽ കാണാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനയെ കാണല്ലേ എന്ന് പറഞ്ഞ് പേടിച്ചാണ് പോയത്. കാരണം നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ പേടിച്ചാണ് പോയത്. പിന്നെ പക്ഷെ നമുക്കൊരു മ്ലാവിനെയൊക്കെ കാണാൻ പറ്റി. അതുപോലെ നമ്മുടെ വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പൊടിയക്കാലയാണ്, നല്ല സൂപ്പർ സ്ഥലമാണ്. പക്ഷെ അവിടെ നമുക്കിപ്പം വേറെ വെളിയിൽ നിന്നുള്ള ഒരാൾക്കാർ നമുക്ക് കയറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെയൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പേപ്പാറ ഡാമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിനായിട്ട് നമ്മൾ പേപ്പാറയിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പേപ്പാറയിലോട്ട് പോകുന്നത് സൂപ്പർ സ്ഥലമാണ്. നല്ല ക്ലൈമറ്റും തണുപ്പും ഒക്കെ ഉള്ളൊരു നല്ല സ്ഥലമാണ്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, കുറേയൊക്കെ പുരോഗമനവും കാര്യങ്ങളൊക്കെ അവിടെ വേണം. കാരണം നല്ലൊരു ടൂറിസ്റ്റ് സ്ഥലമായിട്ട് പോലും, ഇത്രയും ആൾക്കാരൊക്കെ അറിയുന്ന സ്ഥലമായിട്ട് പോലും കുറച്ചും കൂടി ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും അവിടെയൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്നും ഉണ്ടായിരുന്നാൽ കുറച്ചും കൂടി നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പേരിലെത്തും, അറിയപ്പെടും എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അങ്ങോട്ടൊന്നുമില്ല. അപ്പോൾ എന്നാലും സ്ഥലം വളരെ മനോഹരമാണ്. വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാമായിരിക്കും അല്ലേ, പേപ്പാറ സൂപ്പറാണ് കാണാനായിട്ട്. പിന്നെ ഡാമിനകത്തോട്ട് നമുക്ക് കയറാനൊന്നും പറ്റത്തൊന്നുമില്ല, എന്നാലും പുറത്തൊക്കെ നിന്ന് കാണാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും കൊണ്ടുവന്ന് അവരെയൊക്കെ കൊണ്ടുവന്ന് പുറത്തെല്ലാം ഒന്ന് നിർത്തി കാണിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മളിത് രണ്ടാമത്തെ വട്ടമാണ് പോകുന്നത്. നമ്മുടെ വീട്ടിന് അടുത്തായതുകൊണ്ട് തന്നെ നമ്മളിത് രണ്ടാമത്തെ വട്ടമാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് അവർ വന്നപ്പോൾ അവരെയും കൂടി കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് നമ്മൾ പേപ്പാറ ഡാമിലേക്ക് പോയി. അപ്പം സൂപ്പർ സ്ഥലമാണെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റും. നമ്മൾ പോയാൽ നമുക്ക് കുറേ നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ തോന്നും. പക്ഷേ തിരിച്ചു വരുന്ന എത്രത്തോളം വൈകിയാലും നമുക്കത് ഡേഞ്ചറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വന്യജീവി മൃഗങ്ങളും കാര്യങ്ങളും എല്ലാം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വിതിരയിലാണെന്ന് പറഞ്ഞാലും നമ്മൾ വനത്തിലോട്ടൊന്നും അല്ലല്ലോ. അപ്പം അവരെയും കൊണ്ട് പോവുകയാണ്. അപ്പം വീഡിയോ എടുക്കുന്ന കാര്യമാണ് പറയുന്നത്, എടുത്തോടി എന്ന് പറയുകയാണ് കേട്ടോ. അവർക്കൊക്കെ വീഡിയോയിലൊക്കെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരാണ് കേട്ടോ. വീഡിയോ എടുക്കണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അവരാണ്. അങ്ങനെ പേപ്പാറ ഡാമും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് അകത്ത് പോയി. പക്ഷെ നമുക്ക് അതിനകത്ത് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാനെന്ന് വെച്ചാൽ നമുക്ക് അവിടെയൊന്നും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാനും നമുക്ക് കാലൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ കൊണ്ട് നിർത്താനായിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഡാമെല്ലാം കണ്ടിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. ഈ താഴോട്ട് പോയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാനും നല്ല 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. അപ്പം നമ്മളങ്ങനെ അങ്ങോട്ട് പോയി. നമുക്ക് കുറച്ചും കൂടി ഡാം അടുത്ത് നിന്ന് നമുക്ക് ഈ ഒരു സ്ഥലത്ത് പോയി നിന്നാൽ കുറച്ചും കൂടി ഡാം അടുത്ത് നിന്ന് കാണാം. അങ്ങനെ അവിടെയൊക്കെ പോയി നിന്നെല്ലാം ഒന്ന് കണ്ട് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്തു. ഇഷ്ടം പോലെ മീനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ പോയ സമയത്ത് നിറയെ മീനും കാര്യങ്ങളും അടുത്തുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നിന്ന് കളിച്ച് നല്ല ഉടുപ്പ് ഇട്ടുകൊണ്ട് പോയ എൻ്റെ മോളെ ഇപ്പം നോക്കിയാണ് ഒരു തോർത്ത് ഉടുത്തോണ്ടാണ് തിരിച്ചു വരുന്നത്. കോമഡി ആയതിനെ കൊണ്ട് പോയി. അതിന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തറയിൽ പോലും അല്ല. അങ്ങനെ അവിടെയൊക്കെ പോയി നല്ല സൂപ്പർ ക്ലൈമറ്റ്, നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്